ആഗോളതലത്തിൽ റഷ്യയ്ക്ക് നേരെ വൻ ശക്തികൾ തിരിയുമ്പോൾ അമേരിക്കയ്ക്കും നാറ്റോ സഖ്യത്തിനും ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് റഷ്യ. ലോകത്തെ വിറപ്പിച്ച് തങ്ങളുടെ വൻപിച്ച ആണവായുധ പ്രതിരോധ അഭ്യാസങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണിപ്പോൾ രാജ്യം. മെയ് 19 മുതൽ 3 ദിവസത്തേക്കാണ് റഷ്യയുടെ പരമാധികാരം കാത്തുസൂക്ഷിക്കുവാൻ പോന്ന മാരകമായ മിസൈലുകളും ആണവ അന്തർവാഹിനികളും അതിർത്തികളിൽ അണിനിരക്കുന്നത്. റഷ്യയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 65,000-ലധികം സൈനികർ, 7,800-ലധികം സൈനിക വാഹനങ്ങളും ആയുധ സംവിധാനങ്ങളും, 200-ലധികം മിസൈൽ ലോഞ്ചറുകൾ, 140 യുദ്ധവിമാനങ്ങൾ, 73 യുദ്ധക്കപ്പലുകൾ കൂടാതെ ആണവശേഷിയുള്ള 13 അന്തർവാഹിനികൾ വരെ ഈ അഭ്യാസങ്ങളുടെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ട്. ഇത് സാധാരണ സൈനിക പരിശീലനത്തിനപ്പുറം ആണവ യുദ്ധ സാഹചര്യത്തിൽ റഷ്യയുടെ പ്രതികരണശേഷി എത്ര വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കാമെന്ന് ലോകത്തിനു മുന്നിൽ കാണിക്കുന്ന ശക്തി പ്രകടനമാകും. ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂയിസ് മിസൈലുകളുടെയും പരീക്ഷണ വിക്ഷേപണങ്ങൾ നടത്തുമെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങളും ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളും റഷ്യൻ പ്രദേശങ്ങളിലേക്ക് വ്യാപകമായി എത്തിത്തുടങ്ങിയ സമയത്താണ് ഈ ആണവാഭ്യാസങ്ങൾ നടക്കുന്നത്. റഷ്യയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ബെലാറസ് ഉൾപ്പെടുന്ന സംയുക്ത ആണവ പരിശീലനവും ഈ അഭ്യാസങ്ങളുടെ ഭാഗമാകും. സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം ആദ്യമായാണ് റഷ്യ ബെലാറസിൽ ആണവശേഷിയുള്ള ആയുധങ്ങൾ സജീവമായി വിന്യസിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ഒന്നാണ് ഒറഷ്നിക് ആണവശേഷിയുള്ള മിസൈൽ സംവിധാനമാണ് ഇത്. നാറ്റോ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബെലാറസിൽ ഈ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് യൂറോപ്പിനുള്ള വലിയ സുരക്ഷാ വെല്ലുവിളിയായാണ് പാശ്ചാത്യ ലോകം കണക്കാക്കുന്നത്. ഇതിനൊപ്പം ലോകത്തെ ഏറ്റവും ഭീകരമായ ആണവ മിസൈലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സർമാറ്റ് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണവും റഷ്യ നടത്തിയതായാണ് സൂചന. പാശ്ചാത്യ മാധ്യമങ്ങൾ സാത്താൻ 2 എന്ന് വിളിക്കുന്ന ഈ മിസൈലിന് ഒരേ സമയം നിരവധി ആണവ പോർമുനകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് വഹിക്കുവാൻ ശേഷിയുണ്ട്. അമേരിക്കയും യൂറോപ്പിനെയും ലക്ഷ്യമിടുവാൻ കഴിയുന്ന ഈ ആയുധം റഷ്യയുടെ തന്ത്രപ്രധാന ആണവശക്തിയുടെ പ്രധാന ചിഹ്നമായാണ് കണക്കാക്കുന്നത്. അതേസമയം റഷ്യ അടുത്തിടെ അവരുടെ ആണവ സിദ്ധാന്തത്തിൽ വരുത്തിയ മാറ്റങ്ങളും ലോകത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുകയാണ്. പുതിയ നയപ്രകാരം ഒരു ആണവേതര രാജ്യത്തിനെതിരെയും ആണവായുധങ്ങൾ ഉപയോഗിക്കുവാൻ റഷ്യയ്ക്ക് സാധിക്കും. പ്രത്യേകിച്ച് അത് റഷ്യയ്ക്കോ ബെലാറസിനോ വലിയ ഭീഷണിയായി കണക്കാക്കുന്ന സാഹചര്യമാണെങ്കിൽ, അതായത് ഭാവിയിൽ യുദ്ധം പരമ്പരാഗത ആയുധങ്ങളിലൂടെ ആരംഭിച്ചാലും അത് ആണവതലത്തിലേക്ക് ഉയരാനുള്ള സാധ്യത കൂടുതൽ ശക്തമാണ് എന്നർത്ഥം. ഇതിനിടെയാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാന പ്രധാന ആണവ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് കരാർ അവസാനിച്ചതും. ലോകത്തിലെ ഏറ്റവും വലിയ 2 ആണവ ശക്തികളുടെ ആയുധശേഷി നിയന്ത്രിച്ചിരുന്ന ഈ കരാർ അവസാനിച്ചതോടെ ആഗോള ആണവ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഇനി ഇരു രാജ്യങ്ങൾക്കും ആണവായുധ വികസനത്തിൽ മുൻകാല നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ പുതിയ ആയുധ മത്സരത്തിനും കൂടുതൽ അപകടകരമായ സൈനിക നീക്കങ്ങൾക്കും ഇത് വഴിവെക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്.